കോസ്റ്റ് അക്കൗണ്ടിങ്ങിൻ്റെ ഇന്നത്തെ ക്ലാസ്സിൻ്റെ രണ്ടാമത്തെ പാർട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്കിപ്പോൾ പഠിക്കാനുള്ള ടോപ്പിക്ക് ഓവർ ടൈം ആണ്. ഇൻ എവറി ഓർഗനൈസേഷൻ നോർമൽ വർക്കിംഗ് അവേഴ്സ് പെർ ഡേ ആൻഡ് പെർ വീക്ക് വുഡ് ബി ഫിക്സഡ്. സംടൈംസ് വർക്കേഴ്സ് വിൽ ഹാവ് ടു വർക്ക് ബിയോണ്ട് ദ നോർമൽ വർക്കിംഗ് അവേഴ്സ്. വർക്ക് ഡൺ ബിയോണ്ട് ദ നോർമൽ വർക്കിംഗ് ഓർ റെഗുലർ വർക്കിംഗ് അവേഴ്സ് ഈസ് കോൾഡ് ഓവർ ടൈം. സാധാരണ രീതിയിൽ എല്ലാ ഓർഗനൈസേഷനിലും ഒരു നോർമൽ വർക്കിംഗ് അവേഴ്സ് ഫിക്സ് ചെയ്യാറുണ്ട്. ദെൻ ചില കേസിൽ വർക്കേഴ്സ് ഈ നോർമൽ വർക്കിംഗ് അവേഴ്സിനേക്കാളും കൂടുതൽ വർക്ക് ചെയ്യേണ്ടി വരും. അപ്പോൾ ഈ നോർമൽ വർക്കിംഗ് അവേഴ്സിനേക്കാളും കൂടുതൽ വർക്കേഴ്സ് വർക്ക് ചെയ്യുകയാണെങ്കിൽ ആ കൂടുതലായിട്ട് വർക്ക് ചെയ്യുന്നതിനാണ് നമ്മൾ ഓവർ ടൈം എന്ന് പറയുന്നത്. അക്കോർഡിംഗ് ടു ഇന്ത്യൻ ഫാക്ടറീസ് ആക്ട് 1948, any worker who works for more than 9 hours a day or 48 hours a week is said to have worked overtime, and overtime is to be paid at double the normal rate. The additional amount paid on account of overtime is known as overtime premium. ഇന്ത്യൻ ഫാക്ടറീസ് ആക്ട് 1948 പ്രകാരം ഒരു വ്യക്തി ഒരു ദിവസം 9 മണിക്കൂറിൽ കൂടുതലോ ഒരാഴ്ചയിൽ 48 മണിക്കൂറിൽ കൂടുതലോ വർക്ക് ചെയ്യുകയാണെങ്കിൽ അദ്ദേഹം ഓവർ ടൈമാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഈ ഓവർ ടൈമിന് അദ്ദേഹത്തിന് നമ്മൾ കൊടുക്കേണ്ടത് സാധാരണ നോർമൽ റേറ്റിൽ എത്രയാണോ നോർമൽ റേറ്റിൽ ഉള്ള വേജസിൻ്റെ ഡബിൾ ആയിട്ടായിരിക്കും നമ്മൾ കൊടുക്കേണ്ടത്. നോർമൽ റേറ്റിൻ്റെ ഡബിൾ ആയിരിക്കും ഓവർ ടൈമിൽ നമ്മൾ കൊടുക്കേണ്ടത്. ഇങ്ങനെ അഡീഷണൽ ആയിട്ട് നമ്മൾ കൊടുക്കുന്ന വേജസിന് പറയുന്നതാണ് ഓവർ ടൈം പ്രീമിയം. ദെൻ കോസസ് ഓഫ് ഓവർ ടൈം. ഓവർ ടൈമിൻ്റെ കോസസ്, ഫസ്റ്റ് വൺ ഇൻക്രീസ്ഡ് ഡിമാൻഡ്. ഡിമാൻഡൊക്കെ ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ കൂടുതൽ പ്രോഡക്റ്റ് നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യേണ്ടി വരും. അപ്പോൾ നമുക്കുള്ള എംപ്ലോയീസിനെ വെച്ചുകൊണ്ട് നമുക്ക് കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ അവർക്ക് കൂടുതൽ ടൈമൊക്കെ എന്ന് വെച്ചാൽ ഓവർ ടൈമൊക്കെ കൊടുക്കേണ്ടി വരും. അത് ഓവർ ടൈമിന് കാരണമാകുന്നു. ദെൻ സെക്കൻഡ് വൺ ഇനാഡിക്വേറ്റ് നമ്പർ ഓഫ് വർക്കേഴ്സ്. ഒരു ഓർഗനൈസേഷനിൽ ആവശ്യത്തിനധികം വർക്കേഴ്സ് ഇല്ല എങ്കിൽ ഉള്ള വർക്കേഴ്സിനെ കൂടുതൽ വർക്ക് ചെയ്യിക്കേണ്ടി വരും. അതും ഓവർ ടൈമിന് കാരണമാകുന്നു. ദെൻ അർജൻറ്റ് ഓർഡർ ടു ബി എക്സിക്യൂട്ടഡ്. നമുക്ക് പെട്ടെന്നൊരു ഓർഡർ കിട്ടുകയാണ്, ഇന്ന ദിവസത്തിനുള്ളിൽ ഈ വർക്ക് കംപ്ലീറ്റ് ചെയ്ത് തീർക്കണമെന്നൊരു ഓർഡർ കിട്ടുകയാണെങ്കിൽ വർക്കേഴ്സ് കൂടുതൽ വർക്ക് ചെയ്യേണ്ടി വരും. അതും ഓവർ ടൈമിന് കാരണമാകുന്നു. ദെൻ നോൺ അവൈലബിലിറ്റി ഓഫ് വർക്കേഴ്സ്. വർക്കേഴ്സിൻ്റെ അവൈലബിലിറ്റി കുറവാണെങ്കിൽ നമുക്ക് എവിടെ ഇല്ല എങ്കിൽ ആ വർക്കേഴ്സ് അവൈലബിലിറ്റി കുറവാണെങ്കിൽ ഉള്ള വർക്കേഴ്സിനെ വെച്ച് കൂടുതൽ വർക്ക് ചെയ്യേണ്ടി വരും. ദെൻ ഷോർട്ടേജ് ഓഫ് എക്യുപ്മെൻറ്റ് ആൻഡ് സ്പേസ്. ഒരു ഓർഗനൈസേഷനിൽ ആവശ്യത്തിന് എക്യുപ്മെൻറ്റ്സ് ഇല്ല, അതുപോലെ തന്നെ സ്പേസ് ഒന്നും ഇല്ല എങ്കിൽ വർക്കേഴ്സിന് വർക്ക് ചെയ്യാനുള്ള സ്പേസ് ഇല്ല, അല്ലെങ്കിൽ അവർക്ക് വർക്ക് ചെയ്യാനുള്ള എക്യുപ്മെൻറ്റ്സ് ഒക്കെ കുറവാണെങ്കിൽ ഉള്ള വർക്കേഴ്സ് കൂടുതൽ ടൈം വർക്ക് ചെയ്യേണ്ടി വരും. ദ നെക്സ്റ്റ് വൺ സീസണൽ റഷ് ഓർ ബിസി സീസൺ. ബിസി സീസൺ ഒക്കെ വരികയാണെങ്കിൽ കൂടുതൽ വർക്ക് ആ ബിസി സീസൺ ആകുമ്പോഴത്തേക്കും അല്ലെങ്കിൽ ആ സീസൺ ആകുമ്പോഴത്തേക്കും കൂടുതൽ പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യേണ്ടി വരും. അപ്പം അങ്ങനെ കൂടുതൽ പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നതും ഓവർ ടൈമിന് കാരണമാകുന്നു. ദെൻ നെക്സ്റ്റ് ട്രീറ്റ്മെൻറ്റ് ഓഫ് ഓവർ ടൈം ഇൻ കോസ്റ്റ് അക്കൗണ്ട്സ്. ഈ ഓവർ ടൈം പ്രീമിയത്തിനെ കോസ്റ്റ് അക്കൗണ്ടിങ് നമ്മൾ എങ്ങനെയാണ് ട്രീറ്റ് ചെയ്യേണ്ടത്? ഫസ്റ്റ് വൺ, ഇഫ് ഓവർ ടൈം ഈസ് വർക്ക്ഡ് അറ്റ് ദ കസ്റ്റമേഴ്സ് റിക്വസ്റ്റ് ടു എക്സ്പെഡിറ്റ് ഡെലിവറി, ദ ഓവർ ടൈം പ്രീമിയം ഷുഡ് ബി ചാർജ്ഡ് ടു ദാറ്റ് ജോബ് ആസ് ഡയറക്റ്റ് ലേബർ കോസ്റ്റ്. ഫസ്റ്റ് വൺ പറയുന്നത് കസ്റ്റമേഴ്സിൻ്റെ ആവശ്യപ്രകാരമാണ് നമ്മൾ പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നതെങ്കിൽ ആ കേസിൽ ഈ ഓവർ ടൈം പ്രീമിയം നമ്മൾ ഡയറക്റ്റ് ലേബർ കോസ്റ്റിലേക്കാണ് ചാർജ് ചെയ്യേണ്ടത്. കസ്റ്റമേഴ്സിന് റിക്വസ്റ്റ് എന്ന് പറഞ്ഞാൽ കസ്റ്റമേഴ്സ് ആവശ്യപ്പെടുകയാണ്, ഞങ്ങൾക്ക് ഇന്ന ദിവസത്തിനുള്ളിൽ ഈ വർക്ക് കംപ്ലീറ്റ് ചെയ്യണമെന്ന് ആവശ്യപ്പെടുകയാണ്. അപ്പം അങ്ങനെ കസ്റ്റമേഴ്സിൻ്റെ റിക്വസ്റ്റ് പ്രകാരമാണ് നമ്മൾ പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നതെങ്കിൽ ആ സമയത്ത് ഓവർ ടൈം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ ഓവർ ടൈം കോസ്റ്റ് അല്ലെങ്കിൽ ആ ഓവർ ടൈം പ്രീമിയം നമ്മൾ ഡയറക്റ്റ് ലേബർ കോസ്റ്റാണ് നമ്മൾ ചാർജ് ചെയ്യേണ്ടത്. രണ്ടാമത് പറയുന്നത് ഇഫ് ഓവർ ടൈം ഈസ് വർക്ക്ഡ് റെഗുലർലി ത്രൂ ഔട്ട് ദ ഇയർ ആസ് മാനേജ്മെൻറ്റ് പോളിസി ഡ്യൂ ടു ലേബർ ഷോർട്ടേജ്, ഓവർ ടൈം കോസ്റ്റ് ഷുഡ് ബി ഇൻക്ലൂഡഡ് ഇൻ ലേബർ കോസ്റ്റ്. രണ്ടാമത് പറയുന്നത് മാനേജ്മെൻറ്റ് പോളിസി പ്രകാരം സാധാരണ രീതിയിൽ ലേബർ ഷോർട്ടേജ് ഒക്കെ ഉള്ള കേസിലൊക്കെ മാനേജ്മെൻറ്റ് പറയും ഒരു വർഷത്തിനുള്ളിൽ അല്ലെങ്കിൽ ഒരു മാസം ഇത്ര ഓവർ ടൈം ഓരോ വർക്കേഴ്സും എടുക്കണമെന്ന് ആവശ്യപ്പെടും. അപ്പം അങ്ങനെ മാനേജ്മെൻറ്റ് പോളിസി പ്രകാരമാണ് ഈ വർക്കേഴ്സ് ഓവർ ടൈം എടുക്കുന്നതെങ്കിൽ ആ സമയം ഉണ്ടാകുന്ന ഓവർ ടൈം പ്രീമിയം ഡയറക്റ്റ് ലേബർ കോസ്റ്റ് ആയിട്ടായിരിക്കും ട്രീറ്റ് ചെയ്യുന്നത്. ദെൻ നെക്സ്റ്റ്, if overtime is worked
irregularly to meet seasonal pressure or busy season, overtime should be treated as factory overheads. എന്തെങ്കിലും ബിസി സീസണിൻ്റെ ഫലമായിട്ടോ ആണ് നമ്മൾ ഓവർ ടൈം ഉണ്ടാകുന്ന ഓർഗനൈസേഷൻ ഓവർ ടൈം ഉണ്ടാകുന്നതെങ്കിൽ ആ ഓവർ ടൈം കോസ്റ്റ് നമ്മൾ ഫാക്ടറി ഓവർഹെഡ്സ് ആയിട്ടാണ് ട്രീറ്റ് ചെയ്യേണ്ടത്. ബിസി സീസണ് നമുക്കറിയാം, ബിസി സീസൺ ആകുമ്പോഴത്തേക്ക് നമുക്ക് കൂടുതൽ പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യണം. അപ്പോൾ ആ സമയത്തൊക്കെ എന്താ വർക്കേഴ്സിനെ കൂടുതൽ വർക്ക് ചെയ്യിപ്പിക്കും. അങ്ങനെ ഓവർ ടൈം ഉണ്ടാകുകയാണെങ്കിൽ ആ ഓവർ ടൈം കോസ്റ്റ് അല്ലെങ്കിൽ ഓവർ ടൈം പ്രീമിയം നമ്മൾ ഫാക്ടറി ഓവർഹെഡ്സ് ആയിട്ടാണ് ട്രീറ്റ് ചെയ്യേണ്ടത്. ദെൻ ലാസ്റ്റ് വൺ, if overtime is necessitated on account of abnormal reason, the overtime premium should be transferred to costing profit and loss account. എന്തെങ്കിലും അബ്നോർമൽ റീസണിൻ്റെ ഫലമായിട്ടാണ് ഓവർ ടൈം ഉണ്ടാകുന്നതെങ്കിൽ അങ്ങനെയുള്ള കേസിൽ ഓവർ ടൈം പ്രീമിയം നമ്മൾ കോസ്റ്റിംഗ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം. then നമുക്ക് നെക്സ്റ്റ് പഠിക്കാനുള്ളത് ഡിഫറൻസ് ബിറ്റ്വീൻ ഐഡിൽ ടൈം ആൻഡ് ഓവർ ടൈം. ഫസ്റ്റ് വൺ, idle time is the time lost or the time a worker does not work. On the other hand, overtime refers to the extra time worked beyond the normal time. idle time എന്ന് പറഞ്ഞാൽ ടൈം ലോസ്റ്റ്, വർക്കേഴ്സ് അവരുടെ ടൈം ലോസ്റ്റ് ചെയ്യുകയാണ് അല്ലെങ്കിൽ അവർ വർക്ക് ഒന്നും ചെയ്യാതിരിക്കുന്നതിനാണ് നമ്മൾ എന്ത് പറയുന്നത്, ഐഡിൽ ടൈം എന്ന് പറയുന്നത്. പിന്നെ ഓവർ ടൈം എന്ന് പറഞ്ഞാൽ സാധാരണയുള്ള നോർമൽ ടൈമിനേക്കാളും കൂടുതൽ വർക്കേഴ്സ് വർക്ക് ചെയ്യുകയാണെങ്കിൽ അതിന് ഓവർ ടൈം എന്ന് പറയുന്നു. ഐഡിൽ ടൈം എന്ന് പറഞ്ഞാൽ വർക്കേഴ്സ് വർക്ക് ചെയ്യാതിരിക്കുന്നതിനാണ് നമ്മൾ ഐഡിൽ ടൈം എന്ന് പറയുന്നത്. ദെൻ ഓവർ ടൈം എന്ന് പറഞ്ഞാൽ ഉള്ള വർക്കിനേക്കാളും കൂടുതൽ ടൈം അല്ലെങ്കിൽ നോർമൽ വർക്കിങ്ങിനേക്കാളും കൂടുതൽ ടൈം വർക്ക് ചെയ്യുന്നതിനാണ് നമ്മൾ ഓവർ ടൈം എന്ന് പറയുന്നത്. ദെൻ സെക്കൻഡ് വൺ, ഐഡിൽ ടൈം ഈസ് അൺപ്രൊഡക്റ്റീവ് ഇൻ ദ സെൻസ് ദാറ്റ് ദ എംപ്ലോയർ ഗെറ്റ്സ് നോ പ്രൊഡക്ഷൻ, ബട്ട് ഓവർ ടൈം ഈസ് പ്രൊഡക്റ്റീവ് ഇൻ ദ സെൻസ് ദാറ്റ് ദ എംപ്ലോയർ ഗെറ്റ്സ് പ്രൊഡക്ഷൻ. ഐഡിൽ ടൈം എന്ന് പറഞ്ഞാൽ അൺപ്രൊഡക്റ്റീവാണ്, കാരണം പ്രൊഡക്റ്റ് ഒന്നും പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല. ഐഡിൽ ടൈമിൻ്റെ സമയത്ത് വർക്കേഴ്സ് പ്രൊഡക്റ്റ് ഒന്നും പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല. പക്ഷേ ഓവർ ടൈം എന്ന് പറഞ്ഞാൽ പ്രൊഡക്റ്റീവാണ്. ഓവർ ടൈമിൻ്റെ സമയത്തും വർക്കേഴ്സ് പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നു. ദെൻ തേർഡ് വൺ, നോർമൽ ഐഡിൽ ടൈം ഈസ് അൺഅവോയ്ഡബിൾ വൈൽ ഓവർ ടൈം ഈസ് അവോയ്ഡബിൾ ടു എ ലാർജ് എക്സ്റ്റെൻറ്റ്. നോർമൽ ഐഡിൽ ടൈം അൺഅവോയ്ഡബിൾ ആണ്. നമ്മൾ നേരത്തെ പഠിച്ചായിരുന്നു എന്താണ് നോർമൽ ഐഡിൽ ടൈം എന്നൊക്കെ അല്ലേ. നോർമൽ ഐഡിൽ ടൈം എന്ന് വെച്ചാൽ ടീ ബ്രേക്കോ പേഴ്സണൽ നീഡ്സോ അങ്ങനെയുള്ള കേസിലൊക്കെ നമുക്ക് അത് അൺഅവോയ്ഡബിൾ ആണ്. അങ്ങനെയുള്ള ഐഡിൽ ടൈം അൺഅവോയ്ഡബിൾ ആണ്. പക്ഷേ ഓവർ ടൈം എല്ലാ കേസിലും നമുക്ക് ഓവർ ടൈം നമുക്ക് അവോയ്ഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ദെൻ ലാസ്റ്റ് വൺ, ഐഡിൽ ടൈം ഇൻവോൾവ്സ് ദ ലോസ് ഓഫ് നോർമൽ ടൈം റേറ്റ്, but overtime involves the additional rate and above normal rate. ഐഡിൽ ടൈം എന്ന് പറഞ്ഞാൽ അവിടെ നോർമൽ ടൈം അല്ലേ, നോർമൽ ടൈമിന് ലോസ് സംഭവിക്കുകയാണ്. നമുക്കൊരു 10 മണിക്കൂറാണ് വർക്ക് ചെയ്യാൻ വേണ്ടി പറയുന്നത്. ആ 10 മണിക്കൂർ അവർ വർക്ക് ചെയ്യുന്നില്ല, 8 മണിക്കൂറേ വർക്ക് ചെയ്യുന്നുള്ളൂ. അപ്പം നോർമൽ ടൈം റേറ്റിന് ലോസ് സംഭവിക്കുകയാണ് ചെയ്യുന്നത്. പക്ഷേ ഓവർ ടൈം എന്ന് പറഞ്ഞാൽ എന്താ അല്ലേ, അവർ പറയുന്ന നോർമൽ ടൈം റേറ്റിനേക്കാളും കൂടുതലായിട്ട് അവർ വർക്ക് ചെയ്യുകയാണ്, അല്ലെങ്കിൽ ഇറ്റ് ഈസ് എ റേറ്റ് ഓവർ ആൻഡ് എബവ് ദ നോർമൽ റേറ്റ് ആണ്. നമുക്ക് നെക്സ്റ്റ് പഠിക്കാനുള്ളത് ലേബർ ടേൺ ഓവർ ആണ്. നെക്സ്റ്റ് ടോപ്പിക്കാണ് ലേബർ ടേൺ ഓവർ. ലേബർ ടേൺ ഓവർ ഈസ് ദ റേറ്റ് ഓഫ് ചേഞ്ച് ഇൻ ദ ലേബർ ഫോഴ്സ്. ഇറ്റ് ഈസ് ദ റേഷ്യോ of the number of workers leaving the organization during a given period to the average number of workers in the organization during that period. ലേബർ ടേൺ ഓവർ എന്ന് പറഞ്ഞാൽ ഒരു ഓർഗനൈസേഷനുള്ളിലെ ലേബേഴ്സിൻ്റെ ഘടനയിൽ വരുന്ന മാറ്റത്തിനാണ് നമ്മൾ ലേബർ ടേൺ ഓവർ എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ കൂടുതൽ എംപ്ലോയീസ് ഓർഗനൈസേഷനിൽ നിന്ന് പിരിഞ്ഞു പോവുകയും വേറെ എംപ്ലോയീസൊക്കെ ഓർഗനൈസേഷനിലേക്ക് വരികയൊക്കെ ചെയ്യുന്നതിനാണ്, ആ പ്രൊപ്പോർഷനാണ് നമ്മൾ ലേബർ ടേൺ ഓവർ എന്ന് പറയുന്നത്. ദെൻ അതിൻ്റെ കോസസ് ആണ് കോസസ് ഓഫ് ലേബർ ടേൺ ഓവർ. നമുക്ക് 3 കോസസ് ഇവിടെ പഠിക്കാനുള്ളത്. ഫസ്റ്റ് വൺ പേഴ്സണൽ കോസസ്, അത് അൺഅവോയ്ഡബിൾ കോസസ് ആണ്. ദെൻ സെക്കൻഡ് വൺ അതർ അൺഅവോയ്ഡബിൾ കോസസ്. തേർഡ് വൺ അവോയ്ഡബിൾ കോസസ്. ദെൻ അതിൽ ഫസ്റ്റ് വൺ പേഴ്സണൽ ഓർ അൺഅവോയ്ഡബിൾ കോസസ്. പേഴ്സണൽ കോസസ് കാരണം ലേബർ ടേൺ ഓവർ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ലേബർ ടേൺ ഓവർ എന്ന് പറയുമ്പോൾ ഇവിടെ കൂടുതലായിട്ടും ഓർഗനൈസേഷൻ ലീവ് ചെയ്ത് പോകുന്നതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പം മാരിയേജ്, എക്സാമ്പിൾ പറയുന്ന മാരിയേജ്, ഡെത്ത് ഓർ ഇൽനെസ്, ആക്സിഡൻറ്റ്, റിട്ടയർമെൻറ്റ്, ഫാമിലി പ്രോബ്ലംസ്
അല്ലെങ്കിൽ ഇങ്ങനെയുള്ള പേഴ്സണൽ പ്രോബ്ലംസ് ഒക്കെ ഉണ്ടെങ്കിൽ സാധാരണ ചില എംപ്ലോയീസ് ഓർഗനൈസേഷനിൽ പിരിഞ്ഞു പോകാറുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മുടെ ലേബർ ടേൺ ഓവറിന് കാരണമാകുന്നു. ദെൻ സെക്കൻഡ് വൺ അതർ അൺഅവോയ്ഡബിൾ കോസസ് ആണ്. അതിനകത്ത് എക്സാമ്പിൾ പറയുന്നത് ഷോർട്ടേജ് ഓഫ് റിസോഴ്സസ്. ഓക്കെ, ഒരു ഓർഗനൈസേഷനിൽ റിസോഴ്സസ് കറക്റ്റായിട്ട് ഇല്ല എങ്കിൽ, കിട്ടുന്നില്ല എങ്കിൽ, റിസോഴ്സസിൻ്റെ അഭാവം ഉണ്ടായെങ്കിൽ, എന്തെങ്കിലും റോ മെറ്റീരിയൽസോ പവറോ അങ്ങനെ റിസോഴ്സസ് ഒന്നും ഇല്ല എങ്കിൽ വർക്ക് നടക്കില്ല. അങ്ങനെയുള്ള കേസിൽ അത് ലേബർ ടേൺ ഓവറിന് കാരണമാകുന്നു. ദെൻ കണ്ടിന്യൂസ് ഇൻഡിസിപ്ലിന്. അങ്ങനെ ഒരു വ്യക്തി ഇൻഡിസിപ്ലിനായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് പ്രവർത്തിക്കുകയാണെങ്കിൽ അവിടെയും ലേബർ ടേൺ ഓവർ ഉണ്ടാകാൻ ആ വ്യക്തിനെ പിരിച്ചുവിടാനൊക്കെയുള്ള സാധ്യത ഉണ്ടാകുന്നുണ്ട്. അത് ലേബർ ടേൺ ഓവറിന് കാരണമാകുന്നു. അതുപോലെ തന്നെ ഇൻസബോർഡിനേഷൻ ബൈ വർക്കേഴ്സ് എന്തെങ്കിലും അനുസരണക്കേടൊക്കെ കാണിക്കുകയാണെങ്കിൽ അതും ലേബർ ടേൺ ഓവറിന് കാരണമാകുന്നു. ദെൻ ചേഞ്ച് ഓഫ് പ്ലാന്റ് ലൊക്കേഷനൊക്കെ മാറുന്നതിൻ്റെ ഫലമായിട്ട് ലേബർ ടേൺ ഓവറൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ദെൻ നെക്സ്റ്റ് വൺ അവോയ്ഡബിൾ കോസസ്. നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റുന്ന കോസസ് ആണ്. ഫസ്റ്റ് വൺ ലോവർ വേജസ്. വേജ് കുറവാണെങ്കിൽ ചില എംപ്ലോയീസ് ആ ഓർഗനൈസേഷന് പിരിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ അൺസാറ്റിസ്ഫാക്ടറി വർക്കിംഗ് കണ്ടീഷൻ, ടു മച്ച് വർക്ക് ലോഡ് കൂടുതലുള്ള കേസിൽ, ലാക്ക് ഓഫ് ട്രാൻസ്പോർട്ടേഷൻ, ഹൗസിംഗ് ആൻഡ് എഡ്യൂക്കേഷൻ ഫെസിലിറ്റീസ്. ഇതൊക്കെ ട്രാൻസ്പോർട്ടേഷൻ, ഹൗസിംഗ്, എഡ്യൂക്കേഷൻ ഫെസിലിറ്റീസ് ഒക്കെ കുറവാണെങ്കിൽ ചില എംപ്ലോയീസ് ഓർഗനൈസേഷനിൽ നിന്ന് ലീവ് ചെയ്ത് പോകാറുണ്ട്. ലാക്ക് ഓഫ് പ്രൊമോഷണൽ ഓപ്പർച്യൂണിറ്റീസ്. ചില ഓർഗനൈസേഷനിൽ നിന്നിട്ടുണ്ടെങ്കിൽ പ്രൊമോഷൻ ഓപ്പർച്യൂണിറ്റീസ് ഒന്നും കാണുകയില്ല, ഒരു പ്രൊമോഷൻ കിട്ടാൻ സാധ്യതയില്ല. അപ്പോൾ അങ്ങനെയുള്ള ഓർഗനൈസേഷനൊക്കെ ചില ആൾക്കാർ പിരിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. ദെൻ അൺഹാപ്പി റിലേഷൻഷിപ്പ് വിത്ത് മാനേജ്മെൻറ്റ് ആൻഡ് കോ വർക്കേഴ്സ്. അതുപോലെ തന്നെ മാനേജ്മെൻറ്റായിട്ട് അല്ലെങ്കിൽ കോ വർക്കേഴ്സായിട്ട് നല്ല രീതിയിൽ പോകാൻ പറ്റത്തില്ലാത്ത എംപ്ലോയീസ് ആ ഓർഗനൈസേഷൻ നിലനിൽക്കുകയല്ല, അവർ എങ്ങനെയും പെട്ടെന്ന് ഓർഗനൈസേഷൻ വിട്ടുപോകാനേ നോക്കുകയുള്ളൂ. അപ്പോൾ ഇതൊക്കെയാണ് അൺഅവോയ്ഡബിൾ കോസസ്. അപ്പോൾ ഇത്രയുമാണ് നമുക്കിന്ന് പഠിക്കാനുള്ളത്. അപ്പോൾ നമ്മൾ 2 ടോപ്പിക്കാണ് ഇന്ന് പഠിച്ചത്. ഒന്ന് ഓവർ ടൈമും രണ്ടാമത്തത് ലേബർ ടേൺ ഓവറുമാണ് പഠിച്ചത്. ലേബർ ടേൺ ഓവർ നിങ്ങൾ ഓൾറെഡി നേരത്തെ പഠിച്ചിട്ടുള്ള ടോപ്പിക്കാണ്. അത് നിങ്ങൾക്ക് അറിയാവുന്നതാണ്, നന്നായിട്ട് അറിയാവുന്നതാണ്. അപ്പം ഇതിനകത്ത് ഇത്ര നിങ്ങൾ ഓർത്തിരിക്കുക, എന്താണ് ലേബർ ടേൺ ഓവർ, കോസസ് ഓഫ് ലേബർ ടേൺ ഓവറും ഓർത്തിരിക്കുക. ഓക്കെ, താങ്ക് യു.